രാഹുലെ, രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കോളേജുകളിൽ ഇടിമുറികളുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ സ്കൂളുകളിലും ഇടിമുറികളുണ്ട്. പക്ഷെ കുട്ടികൾ ഉണ്ടാക്കുന്നില്ല, അധ്യാപകരുടെ ഇടിമുറികൾ. ഒന്നാലോചിച്ച് നോക്കും, മുടി വെട്ടാത്തതിന് വേണ്ടി അല്ലെങ്കിൽ പഠനത്തിൽ കുറച്ച് പുറകോട്ടായതിന്റെ പേരിൽ ഇടിമുറികളിൽ, അല്ലെങ്കിൽ കെമിസ്ട്രി ലാബാണെന്ന് തോന്നുന്നു അവരുടെ ഇടിമുറി, ആ റൂമുകളിൽ കയറ്റി കുട്ടികളെ തല്ലുകയാണ്. ഈ തല്ലി പഠിപ്പിച്ചാൽ നന്നാകുമെന്നൊക്കെ ഇവരോട് ആരാണ് പറഞ്ഞു കൊടുത്തത്? ഇവരിപ്പോഴും ഈ തലമുറയിലെ അധ്യാപകരാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. അതായത് ഇത്രത്തോളം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും ഓരോ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ അടിക്കരുത്, മാനസിക ആരോഗ്യം എപ്പോഴും സംരക്ഷിക്കണം, ഒരാളുടെ മുന്നിൽ വെച്ച് മറ്റൊരാളെ കളിയാക്കരുത് എന്നെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പം തന്നെ ഈ വിഷയം എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം നടന്ന ഒരു 19 വയസ്സുകാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടാണ്. ആ സ്കൂളിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി ആ പയ്യനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വീട്ടുകാര് പരാതി പറയുന്നത്. അതായത് അവൻ പഠനത്തിൽ മോശമാണ്, അവന്റെ മുടി വെട്ടിയിട്ടില്ല, ആ 2 കാര്യങ്ങൾ പറഞ്ഞാണ് അവനെ അമ്മയുടെ മുമ്പിൽ വെച്ച് അടിക്കണം, ചവിട്ടി കൂട്ടണം എന്നൊക്കെ അധ്യാപകൻ പറഞ്ഞു എന്ന് അമ്മ പറയുന്നത്. അത് ഏറെക്കുറെ ശരിയായിരിക്കും. കാരണം അവിടെ നിന്നും വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു അഭിപ്രായമുണ്ടല്ലോ, വിദ്യാർത്ഥികൾ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു ബൈറ്റുകൾ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ഉള്ളിൽ എത്രത്തോളം ഈ അധ്യാപകരോടുള്ള രോക്ഷമുണ്ട് എന്ന്. എത്രയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ അധ്യാപകരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല. കാരണം നമുക്ക് അത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു. അവർ ഇത്രത്തോളം ക്രൂരമായി അധ്യാപകരെ വിമർശിക്കണമെങ്കിൽ ആ കുട്ടികളുടെ ആ മനസ്സ് എത്രത്തോളം ആ മനസ്സ് ദുഃഖിച്ചിട്ടുണ്ടായിരിക്കും, അവരെ അത്രത്തോളം ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ടായിരിക്കണം. അതെ, തീർച്ചയായിട്ടും. കാരണം എന്താണെന്നറിയോ, ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിയുടെ ബൈറ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവര് പറയുന്നുണ്ട് അതില് ഇത്തരത്തിലൊരു ലാബ്, ഒരു ഇടിമുറി പോലെയാണ്, അവിടെ കൊണ്ടുപോയിട്ട് തല്ലുകയാണ് കുട്ടികളെ. ഫിസിക്സ് ലാബ് തല്ലുകയാണ് കുട്ടികളെ. അതും ഒരു പോയിന്റ്. രണ്ടാമത് ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, ഈ കുട്ടി രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ കരയാറുണ്ട്, എനിക്ക് അവിടേക്ക് പോകണ്ട എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കും മടി കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് മടിയാണ്. അതെ, ആ ഒരു പോയിന്റിൽ തള്ളിവിടുകയാണ് വീട്ടുകാരോട് അവർ എത്രത്തോളം അറിയുന്നുണ്ട് ഈ കുട്ടികൾ എത്രത്തോളം മാനസിക സമ്മർദ്ദം അവിടെ നേരിടുന്നുണ്ട് എന്നുള്ളത്. ഇനി ഞാൻ ചിന്തിച്ചത്, ഒരു അധ്യാപകൻ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യമാണ്, അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി ശരിയല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു വയ്ക്കാം. പക്ഷെ ഇത് അവിടെ നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്ന അധ്യാപകരും ഇതിന് കൂട്ടു നിൽക്കുന്ന അധ്യാപകരും ഇതിൽ ഒരേപോലെ കുറ്റക്കാരാണ് എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവർ കുട്ടികളാണ്. കുട്ടികളെ എത്രത്തോളം പിടിച്ചിരുത്താൻ കഴിയും, അത്രത്തോളം കഴിവുള്ള ഒരു അധ്യാപകന് മാത്രമേ കുട്ടികളെ പിടിച്ചിരുത്താൻ കഴിയൂ. ഒരു ക്ലാസ്സിലെ കുട്ടികൾ നിശബ്ദരായിട്ട് എപ്പോഴും മൂകരായി ഇങ്ങനെ ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല. നമുക്കറിയാം, ഒരു കൊച്ചു കുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എന്ത് ബുദ്ധിമുട്ടാണ്. അവന് തുമ്പിയെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോവും, അവന് കൗതുകമുള്ളത് എന്തിന്റെയും പുറകെ അവൻ പോവും. പ്രായം അങ്ങനത്തെ അല്ലേ. ഇപ്പൊ ഈ കുട്ടിയുടെ അമ്മ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അമ്മ അടിച്ചിട്ടില്ല. അപ്പോഴാണ് ഈ അധ്യാപകന് പറയണ അതിന്റെ കുഴപ്പമാണ്, നിങ്ങളെ മുന്നിലിട്ട് അവന് 2 അടി കൊടുക്കണം. പക്ഷെ അത് അവരുടെ മനസ്സിൽ, ഞാൻ ചോദിക്കട്ടെ, ഇവര് ഈ പഠിക്കുന്ന ഈ സയൻസോ ഫിസിക്സോ കെമിസ്ട്രിയോ അതൊക്കെ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടുന്ന് അവരെ ബിൽഡ് ചെയ്തെടുക്കുന്ന അവരുടെ ഒരു ക്യാരക്ടർ, അവരുടെ ഒരു മെന്റൽ ഹെൽത്ത്, അതാണ് ലൈഫ് ലോങ് അവർക്കൊപ്പം ഉണ്ടാകാൻ പോകുന്നത്. അതിനെയാണ് ഈ അധ്യാപകർ വ്രണപ്പെടുത്തുന്നത്. പാരന്റ്സ് എത്രത്തോളം ശ്രദ്ധിച്ചാലും നമ്മളൊരു സ്കൂൾ കാലഘട്ടം നമ്മൾ എടുത്തതിന് ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ് അല്ലെ, അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ടീച്ചർമാർക്കും ഒപ്പമാണ്. നമ്മൾ ഏകദേശം 12 വർഷത്തോളം, 12 വർഷത്തിൽ കൂടുതലുണ്ട്. UKG LKG എല്ലാം കൂടെ കുട്ടി 10-14 വർഷമാണ് ഒരു കുട്ടി സ്കൂൾ ലൈഫാണ്. അത് അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീരീഡിലാണ് അവർ മേക്ക് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ഈ ടീച്ചറമ്മ, ഞാൻ ശൈലജ ടീച്ചറെ അല്ല പറയുന്നത്, പക്ഷെ പൊതുവെ ഈ ടീച്ചർമാരെ അമ്മമാരെ പോലെ കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ സ്വന്തം മക്കളെ പോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരുപാട് അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവർക്കൊക്കെ പേരുദോഷം കേൾപ്പിച്ചുകൊണ്ട് ഇതൊരു സ്കൂൾ മൊത്തത്തിലാണ്. ആ സ്കൂളിലെ ഒരു അധ്യാപകനെ അല്ല നമ്മളിവിടെ കുറ്റം പറയേണ്ടത്, ആ സ്കൂളിനെയാണ്, ആ സ്കൂളിന്റെ മാനേജ്മെന്റിനെയാണ്. അവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പാളിൽ നിന്ന് തുടങ്ങി അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് വരെ ഇതിന് ഉത്തരവാദികളാണ്. കാരണം ഇവരെല്ലാരും ഇത് കാണുന്നവരല്ലേ, ഇവരാരും എന്താ കാണാതെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ചെയ്യുന്ന കാര്യമല്ലല്ലോ. ഇനിയിപ്പോ ഇവർ കണ്ടില്ലെങ്കിലും എത്ര പരാതികൾ ഉയർന്നിട്ടുണ്ടാകും, എത്രത്തോളം ആളുകൾ അതിൽ പരാതി പറഞ്ഞു, എത്രത്തോളം കുട്ടികൾ അതിൽ മനോവിഷമം ഉണ്ടായിട്ടുണ്ട്, എത്ര കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടാവും. ഇതിന് ആ കുട്ടികൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടെ ഒരു വിഷയം നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ വിളിച്ചു പറയുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. അപ്പൊ ആ ഒരു കുട്ടിക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷമം എന്തായിരിക്കും? ഒരു വിഷയം നടന്നു, അതിനെ മറ്റൊരു രീതിയിൽ വളച്ചൊടിച്ച് അധ്യാപകർ വീട്ടിൽ വിളിച്ചു പറയുക എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടിക്കുണ്ടാകുന്ന വിഷമ കള്ളം ചെയ്യുന്നത് ആരാണ്? അപ്പൊ അധ്യാപകരല്ലേ. അവരെ കണ്ടല്ലേ കുട്ടികൾ വളർന്നു വരുന്നത്. ഒബ്വിയസ്ലി. പിന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു അടി ഉണ്ടായി,
ഈ അടി ചിലപ്പോൾ ഈ കുട്ടിയുടെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാരണം കൊണ്ടോ ആണ് അടി ഉണ്ടായിരുന്നത്. വീട്ടിൽ വിളിച്ച് ഇത് പറയും. ഓൾറെഡി ഇത് സ്കൂളിൽ നിന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ചീത്തയും അടിയും എല്ലാം ലഭിച്ചിട്ടായിരിക്കും ഇവർ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ വിളിച്ച് വീട്ടിലിരിക്കുന്ന അമ്മയോടും അച്ഛനോടും ഇവർ പറയുന്ന ഒരു രീതിയുണ്ട്, നിങ്ങളൊക്കെ എന്തിനാണ് മോനെ വളർത്തുന്നത്, ഇങ്ങനെയാണ്, ഗുണ്ടയാണോ, വെറുതെ എന്ന് വെച്ചാൽ അത്രയും അവരുടെ ദോഷം മൊത്തം അവർ ആ പാരന്റ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. ഇത് അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോ ഇതിനാണോടാ നിന്നെ സ്കൂളിലേക്ക് വിടുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കുട്ടിക്ക് നേരെ പോകുന്നത് ആ കുട്ടിയെ അടിക്കുക അല്ലെങ്കിൽ അവരെ അബ്യൂസ് ചെയ്യുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് വീട്ടിൽ നടക്കുന്നത്. അത് മാത്രമല്ല, വിദ്വേഷത്തോടെ പെരുമാറുന്ന പല അധ്യാപകരും ഇന്നും ഉണ്ട്. അതായത് ചില കുട്ടികളെ കാണുമ്പോൾ ഇവർക്ക് ഇറിറ്റേഷൻ ആയിരിക്കും, അവരെ അവരോടുള്ള വിദ്വേഷം കൊണ്ട് എന്ത് കാര്യത്തിനാണെങ്കിലും അവർ ചെയ്യാത്ത കുറ്റത്തിന് വരെ അവർ അധ്യാപകർ അടിക്കുന്ന രീതിയിലേക്ക് പോകും. ആ ഒരു വിദ്വേഷം എന്ന് പറയുന്നത് ആ കുട്ടിക്കുണ്ടാകുന്നത് മാനസികമായി ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഒന്നും അറിയാത്ത വിഷയത്തിന് വരെ ഇവരതിനെ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടി എങ്ങനെയായിരിക്കും അവിടെ നിലനിന്ന് പോകുന്നത്? അപ്പൊ ആ കുട്ടിക്ക് ആരോടും ഒന്നും പറയാൻ പോലും കഴിയില്ല. ഇപ്പൊ നമുക്കറിയാം, ചില അധ്യാപകർ നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം വിഷമം തോന്നില്ല. കാരണം ഒരു വാത്സല്യത്തോടെയൊക്കെയാണ് വിദ്യാർത്ഥികളെ അടിക്കുന്നതെങ്കിൽ അവർ ആ ഒരു രീതിയിൽ മാത്രമേ അതിനെ കാണത്തുള്ളൂ. പക്ഷെ എപ്പോഴും ഇങ്ങനെ വിദ്വേഷപരമായിട്ട് ആ കുട്ടിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ട് അവരോടൊരു വെറുപ്പുണ്ടാകുകയല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ എങ്ങനെയാണ് അവർ പറയുന്നത് കേൾക്കുന്നത്, അവർ പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? നമുക്ക് ഒരാളോട് ദേഷ്യം വരും, പിന്നെ അയാൾ പറയുന്നത് നമ്മൾ കേൾക്കും? ഇല്ല, അദ്ദേഹം പറയുന്നതിന് ഉൾക്കൊള്ളാൻ പിന്നെ നമ്മൾ തയ്യാറാകില്ല. ഈ കുട്ടികളിലും അത് തന്നെയാണ് സംഭവം. പിന്നെ അടിച്ച് വളർത്തുക അല്ലെങ്കിൽ അടിച്ച് പഠിപ്പിക്കുക എന്നുള്ള കാലമൊക്കെ കഴിഞ്ഞു. അതൊക്കെ എത്ര കാലങ്ങൾ മുന്നേ നിർത്തിവെച്ചതാണ്. ഇപ്പൊ കുട്ടികൾ അങ്ങനെ അടിക്കാൻ എന്ത് അവകാശമാണ് ഈ ടീച്ചർമാർക്കുള്ളത്? അത് മാത്രമല്ല, മുടി മുറിക്കാൻ അധ്യാപകർക്ക് എന്താണ് അവകാശം? ഇല്ല, അതൊരു ശരിയാണ്, മേ ബി അതൊരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ സ്കൂളിൻ്റെതായ അല്ലെങ്കിൽ നമുക്കിപ്പോ ചില ജോലികൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം കൃത്യമായ അതിന്റെ വ്യവസ്ഥകളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. പക്ഷെ അത് പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അല്ലാതെ അതിനെ കിടന്ന് അടിച്ച് ബഹളം. പലപ്പോഴും ഈ മുടി കാണുമ്പോൾ എന്താണ് പല മനുഷ്യർക്ക് ഇത്രത്തോളം അസ്വസ്ഥത ഉണ്ടാവാൻ കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മുടി എന്ന് പറയുന്ന ഒരാളുടെ സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഏത് പ്രായത്തിലാണ് അവർക്ക് മുടി വളർത്താൻ കഴിയുന്നത്? ഏകദേശം ഒരു 10-25 വയസ്സ് വരെ ഒരു സാധാരണപ്പെട്ട യുവാവിന് ഇപ്പൊ മുടി വളർത്താൻ കഴിയുന്നുള്ളൂ. കാരണം 25 വയസ്സ് കഴിഞ്ഞാൽ മുടി ഒഴിച്ചിട്ട് മുടി ഇല്ലാത്ത അവസ്ഥയാണ്. നമ്മൾ ആ ഒരു സമയത്താണ് മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് മുടി അതേ കൂട്ട് വളർത്തണം. അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് അതേ കൂട്ട് മുടി വളർത്തുന്നോണ്ടല്ലേ അവന്റെ മുഖത്തിന് ചേരുന്ന രീതിയിൽ അതേ രീതിയിൽ അവൻ ഈ ഒരു സമയം കൊണ്ടാണ് അതൊരാളുടെ പ്രൈവസിയാണ്. അതായത് പലവട്ടം മുടി വെട്ടിയാണ് അവന് പറ്റുന്ന രീതിയിലുള്ള മുടി അവൻ കണ്ടെത്തുന്നത്, ആ ഒരു സ്റ്റൈല്. അപ്പൊ അതിന് വേണ്ടിട്ട് അവന് സമയമെടുക്കും. അപ്പൊ മുടി വളരുന്നുണ്ട്, അപ്പൊ ആ ഒരു വീട്ടുകാരെ വിളിച്ചിട്ട് ഒന്ന് പറയുക മുടി വളരുന്നുണ്ട്, ഒന്ന് വെട്ടി വൃത്തിയാക്കി വിടണമെന്ന്. പക്ഷെ അത് പറയാനുള്ള അധികാരം കൂടി ഇല്ല. കാരണം അതൊരു ഒരാളുടെ പേഴ്സണൽ കാര്യമായി അതിനെ പരിഗണിക്കേണ്ടതുണ്ട്. എനിക്ക് ഓർമ്മ, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എന്റെ അനിയനെ മുടി വളർത്തുന്ന സ്വഭാവമുണ്ട്. എല്ലാ പ്രാവശ്യവും മുടി വളർത്തി ചെല്ലും. ടീച്ചർമാര് വന്നിട്ട് എന്നോട് പറയും അവന്റെ മുടി വെട്ടാനായി. അത് പക്ഷെ അവർ പറയുന്ന ഒരു രീതിയുണ്ട്, അതിലൊരു മാന്യതയുണ്ട്. അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു പറയുമ്പോഴും ശരത്തിന് മുടി വെട്ടിക്കണം അല്ലെങ്കിൽ രാഹുലിന്റെ മുടി വെട്ടിക്കണം, അങ്ങനെ ഒരു രീതിയിൽ പറയാം. അല്ലാതെ നിങ്ങളുടെ മോൻ എന്തിനാണ് ഇങ്ങനെ മുടി വളർത്തി ഇവിടെ ആ രീതിയിൽ എങ്ങനെയാണ് അതിന് പ്രസന്റ് ചെയ്യുന്നത്? ആ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് പ്രശ്നം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരോട് മര്യാദയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കേൾക്കാതിരിക്കുന്നവരൊന്നുമല്ല. അധ്യാപകരെ പേടിയുണ്ട് കുട്ടികൾക്ക്, അല്ലെങ്കിൽ ബഹുമാനമുണ്ട് കുട്ടികൾക്ക്, അതുകൊണ്ട് ഇവർ കേൾക്കും. പക്ഷെ അതിനുവേണ്ടി ഇവരെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് ഇടിക്കുക അല്ലെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് ഇതും പീഡനങ്ങൾ തന്നെയാണ്. ഇത്രത്തോളം ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻസ് പോലെയുള്ള ഒരുപാട് സംഘടനകളുണ്ട് ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇവർ ചെയ്യുന്ന ഈ കൃത്യങ്ങളൊക്കെ അവർ കണ്ട് കൃത്യമായ നടപടികൾ എടുക്കുന്നതാണ്. അത് മാത്രമല്ല, വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ കൊണ്ടുവരുന്നില്ല. അധ്യാപകർക്ക് വേണ്ടത്ര കുട്ടികളെ എങ്ങനെ നോക്കണം എന്നുള്ള രീതിയിലേക്ക് അവരെ എത്തിക്കാൻ ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന് പറ്റുന്നില്ല. പക്ഷെ ഞാൻ അതിൽ മനസ്സിലാക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ തെറ്റാണ് എന്ന് വെച്ചാൽ ഒരു രീതിയിലായിരിക്കാം. പക്ഷെ ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ഇന്നും ഇവിടുത്തെ അധ്യാപകർ തയ്യാറായിട്ടില്ല അവരുടെ മെന്റാലിറ്റി മാറ്റാൻ. അവരുടെ മനസ്സിൽ ഇപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പഠിപ്പിച്ചാലേ കുട്ടികൾ നന്നാവുള്ളൂ, അതല്ലെങ്കിൽ പേടിയുണ്ടെങ്കിലേ പഠിക്കത്തുള്ളൂ. ആ ഒരു മെന്റാലിറ്റി ഇവരുടെ ഉള്ളിൽ കിടക്കുന്നത് അത് ഇവിടുത്തെ ഒരുവിധം എല്ലാ അധ്യാപകന്മാർക്കും ഉണ്ട്. നമ്മൾ ഈ ന്യൂ ജനറേഷൻ അധ്യാപകരെ നോക്കിയാൽ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളോട് ബിഹേവ് ചെയ്യുന്നത് അല്ലെ? എത്രത്തോളം റീലുകളാണ് നമ്മൾ കാണുന്നത്, അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഈ അധ്യാപകർ. അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ വരെ, അവരുടെ കല്യാണമായാലും മറ്റു കാര്യങ്ങളാണെങ്കിലും പോകുന്ന കുട്ടികളുടെ വീഡിയോകളൊക്കെ നമ്മളിപ്പോ കാണാറുണ്ട്. അപ്പൊ അത്രത്തോളം അംഗീകരിക്കാൻ കുട്ടികൾ തയ്യാറാണ്. ഇന്നത്തെ തലമുറ അത്രത്തോളം അഡാപ്റ്റബിൾ ആണ്. ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ അത്രത്തോളം അഡാപ്റ്റഡ് ആയിട്ട് അവര് വളർന്നു വരുന്നുണ്ട്. കാരണം അവര് സഞ്ചരിച്ചു വന്ന വഴിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുള്ള അധ്യാപകരാണ് ഇപ്പോഴും പലപ്പോഴും ഉള്ളത്. പക്ഷെ എല്ലാ അധ്യാപകരും നല്ല അധ്യാപകരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഓരോ അധ്യാപകരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്.
പല വിഷയങ്ങളും കൊലപാതകം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചെയ്യുന്നത് അധ്യാപകരാണ്. അങ്ങനെയുള്ള പല അധ്യാപകരും ഉണ്ട്. പലപ്പോഴും പല അധ്യാപകരും അവരുടെ വീട്ടിലെ ആണെങ്കിലും പേഴ്സണൽ സ്പേസിലെ ആണെങ്കിലും വിഷയങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് അതിന്റെ എല്ലാം കുട്ടികളോട് തീർക്കുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അധ്യാപകരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകണം. കുട്ടികൾ മാർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് അധ്യാപകരെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം. അത് നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ വളർന്നു വരുന്ന തലമുറ അത് നശിച്ചു പോകാതിരിക്കാൻ അങ്ങനെയുള്ള മാർഗങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാളെ വരുന്ന തലമുറയെ വീണ്ടും ഇത് പഴയ രീതിയിലേക്ക് അടിച്ചു വളർത്തുമ്പോൾ അവർ എത്രത്തോളം അതേ രീതി. എൻ്റെ അച്ഛനൊക്കെ പറയും ഞങ്ങളെയൊക്കെ അടിച്ചാണ് വളർത്തിയത്, അഭിമാനകരമായ കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷെ അന്നത്തെ തലമുറയല്ല ഇന്നുള്ളത്. അന്ന് അവർക്ക് നേരിടേണ്ടി വന്നത് അതിലും വലിയ ക്രൂരതകളായിരിക്കാം. ചിലപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും അതിന്റെ അപ്പുറത്തേക്കിനുള്ള അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എല്ലാ സാഹചര്യങ്ങളും കിട്ടി വളരുന്ന ഒരു വിദ്യാർത്ഥി അവനെ ആ ഒരു രീതിയിലേക്ക് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അവനുണ്ടാകാൻ പോകുന്ന മാനസിക വിഷമം വളരെ വലുതായിരിക്കും. എന്തായാലും കൃത്യമായ നടപടികൾ ഇതിൽ എടുക്കേണ്ടതുണ്ട്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കാം.